ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2026 പോയാലോ? ഇപ്പോഴത്തെ വർക്ക് കൊതുക്കി മഴയത്ത് നമ്മൾ ഇറങ്ങി. ഫോട്ടോ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ മഴ അതൊരു രസം, അത് അങ്ങനെയും വേണം. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ശക്തമായ മഴയും കാറ്റിനെയും വരെ മാറ്റി നിർത്തി നമ്മൾ അവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് ഒക്കെ സെറ്റാണ്. എപ്പോഴത്തെയും പോലെ ഒറ്റയ്ക്കല്ലേ വന്നിട്ടില്ലേ, ഗൂഗിളും വിഷ്ണു ചേട്ടനും അർച്ചേട്ടനും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഞാൻ പറയുന്നില്ല, കാരണം അവരൊന്നും അത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് അവിടെ എത്തിയത്. എനിക്ക് എന്നും ഇങ്ങനത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പണ്ടും അതൊരു എക്സൈറ്റ്മെന്റ് തരുന്ന സാധനമായിരുന്നു. വളരെ ചെറിയൊരു രജിസ്ട്രേഷൻ പ്രോസസ് വഴി നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ലോക ബ്രാൻഡുകൾ, കമ്പനികൾ, ഗാഡ്ജറ്റ്സ്, കളർ ഗ്രേഡിങ്, ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ കാണും. പക്ഷേ ഈ ഫോട്ടോ ഫെസ്റ്റിനെ പറ്റി പണ്ട് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നതിന് മുന്നേ സംഭവം ഇതുപോലെ വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം. ഞാൻ വിചാരിച്ചിരുന്നത് AKPA മെമ്പേഴ്സിനും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും വലിയ വെഡിങ് കമ്പനികൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു സംഭവം എന്നാണ്. ശരിക്കും എന്താ സംഭവം എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ പണ്ടേ പോയേനെ. എന്നെ പോലെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഫെസ്റ്റിന് എല്ലാവർക്കും എൻട്രി ഉണ്ട്, പക്ഷെ എല്ലാവരും വരണം ഞാൻ പറയില്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള എല്ലാവർക്കും വരാം. അതിന് AKPA മെമ്പർ ആവണമെന്നോ വലിയ ഗാഡ്ജറ്റ്സ് കയ്യിൽ വേണമെന്നോ നമ്മൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവരാണെന്നോ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം കൂടി സമയമുണ്ട്. ജൂൺ 6 വരെ ഫോട്ടോ ഫെസ്റ്റ് ഉണ്ട്. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. കുറേ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ പറ്റും. പിന്നെ നമുക്ക് ഇത് ആക്ച്വലി ഒരു നോളജ് അപ്ഡേഷനൊക്കെ അപ്പുറം ഒരു മീറ്റപ്പ് കൂടി പോലെയായിരുന്നു. നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരെ കാണാൻ പറ്റി. അങ്ങനെ കുറേ നല്ല മൊമെന്റ്സും ഓർമ്മകളൊക്കെ ആയിട്ട് ഇത്തവണത്തെ ഫോട്ടോ ഫെസ്റ്റ് തീർന്നു. ഇനി നമുക്ക് അടുത്ത വർഷം കാണാം.